ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ഇൻസ്പെക്ടർ ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോട്ടാണ് അവർ സിലബസിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയേക്കുന്നത്. അതിനുശേഷം ആ ഒരു സിലബസ് തന്നെയാണ് എന്തെങ്കിലും നമ്മളെ PWD കോമൺ എക്സാം ആയിരുന്നു. പിന്നെ KCBA, അതേപോലെ ഹാർബർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, യൂണിവേഴ്സിറ്റി AE. പക്ഷെ അതിലൊക്കെ ചെറിയ ചെറിയ ഒരു 98% സെയിം തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ യൂണിവേഴ്സിറ്റി, സോറി, KWAE. അപ്പൊ ആ ഒരു 95% സിലബസ് സെയിം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെയിം സിലബസിന്റെ ആയിരിക്കും നമ്മൾ എന്താ ഇനിയുള്ള ഇൻസ്പെക്ടർ എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന് എത്ര ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എത്ര തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എത്ര ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസും അതേപോലെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനും അതേപോലെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും 2021 കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2020 ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. 21 ഉണ്ടായില്ല, 22 എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല. ഇപ്പം PSC കുറെ മാറിയിട്ടുണ്ടല്ലോ. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് എന്ത്, നമ്മളിപ്പം റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴായിരിക്കും എക്സാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ വന്നിട്ട് 2023 തന്നെ എന്ത് ചെയ്യാം, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, റാങ്ക് ലിസ്റ്റും വന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം 2132 2020 കാറ്റഗറി നമ്പർ. ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ സോറി, ഒക്ടോബറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. ഡിസംബർ വരെയായിരുന്നു അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതിന് 21,817 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, 21,817 പേര് അപ്ലൈ ചെയ്തു. എനിക്കൊന്ന് കൺഫർമേഷൻ കൊടുത്തേക്ക് ഏകദേശം 16,000-ഓളം ആൾക്കാരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ 221 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റാങ്ക് ലിസ്റ്റിൽ ഉള്ളത്. അപ്പൊ 2020 നോട്ടിഫിക്കേഷൻ വന്നു, 2022 എക്സാം കണ്ടക്ട് ചെയ്തു, 2023 ഫെബ്രുവരി മാസം അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കാം. 64.67 മാർക്കായിരുന്നു കട്ട് ഓഫ്. നമ്മൾ കട്ട് ഓഫ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 65 രീതിയിലൊക്കെ നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 64.67 മാർക്ക് അത് കട്ട് ഓഫ് മാർക്കായിട്ട് ഉണ്ടായിരുന്നത്. അതിലും 107 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 121 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ, 6 പേര് ഡിഫറെന്റ്ലി ഏബിൾ ലിസ്റ്റിൽ. ടോട്ടൽ 234 പേര് അവരവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 64.67 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോ 2023 തന്നെ എനിക്കൊന്ന് ജൂണിലോ മറ്റോ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ഓഗസ്റ്റിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 3/8/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 2026 ഓഗസ്റ്റ് മാസം 2 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ടോപ്പ് മാർക്ക് നേടിയേക്കുന്ന ആള് 83 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചേക്കുന്നത്. 83 മാർക്കാണ് ടോപ്പ് റാങ്കർ. എക്സാമിന് 83 മാർക്കാണ് കിട്ടിയേക്കുന്നത്. സെക്കൻഡ് റാങ്കിന് 80, തേർഡ് റാങ്ക് 80, ഫോർത്ത് റാങ്ക് 79.6, ഫിഫ്ത് റാങ്ക് 78.35. ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് ആണല്ലോ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇന്റർവ്യൂ ഉള്ള പോസ്റ്റ് ആണ്. അപ്പൊ ഇന്റർവ്യൂവിന് ഈ ഒരു രീതിയിലാണ് മാർക്ക് കിട്ടിയത്. 11 കിട്ടിയവരുണ്ട്, 12 കിട്ടിയവരുണ്ട്, 13 കിട്ടിയവരുണ്ട്. അപ്പം അത് വേരി ബിറ്റ്വീൻ 11 ആൻഡ് 14. 14 ഒക്കെ കിട്ടുന്ന വളരെ വളരെ കുറവാണ്. ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, 11, 12, 13 അവരെല്ലാവർക്കും കൊടുക്കുന്ന കോമൺ ആയിട്ട് കൊടുക്കുന്ന മാർക്കുകൾ. ഓക്കെ, 11, 12, 13 നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ ഫസ്റ്റ് റാങ്ക് ടോപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ 83.33 മാർക്കാണ് ടോപ്പ് മാർക്കായിട്ടുള്ളത്. ആ ഒരു കട്ട് ഓഫ് നമ്മൾ പറഞ്ഞ 64.6. അതാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് റാങ്കുകാരന് കിട്ടിയ മാർക്ക്. അപ്പൊ അതിൽ ഇതുവരെ 35 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. 26 പേര് റാങ്ക് വാലിഡിറ്റി ഉണ്ട്. ഇതിന് മുന്നേ ഉള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ പ്രകാരം ആ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി കഴിയുമ്പോൾ 99 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് ഇതുവരെ 35 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും ഒരു വർഷം കൂടി അവിടെ റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഇതാണ് ഡിഫറെന്റ് കാറ്റഗറീസിന്റെ നിയമന നില. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ കഴിഞ്ഞ എക്സാം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം 10 മൊഡ്യൂളാണ് ഉള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ സർക്യൂട്ട്സ്, രണ്ടാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്. ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ മൊഡ്യൂൾ കൊടുത്തേക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റംസ്, കൺട്രോൾ സിസ്റ്റംസ്, പവർ ഇലക്ട്രോണിക്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സിഗ്നൽസ് സിസ്റ്റം,
ട്രാൻസ്ഡ്യൂസേഴ്സ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ 10 മൊഡ്യൂൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, മുന്നേ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ മെഷീൻസിനും കൺട്രോൾ സിസ്റ്റത്തിനും ഒക്കെ കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. അതായത് പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ്, കൺട്രോൾ സിസ്റ്റം, ഇതിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നു. ഓക്കെ, മുന്നേ ഒക്കെ. പിന്നെയാണ് ഈ ഒരു ഇൻസ്പെക്ടറിന്റെ സിലബസ് കൂടിയാണ് അവർ കൃത്യമായിട്ട് മൊഡ്യൂൾ വൈസ് ആക്കിയിട്ട് ഈക്വൽ വെയിറ്റേജ് എന്ന രീതിയിൽ കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇലക്ട്രിക്കൽ മെഷീൻസ്, DC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, സിംഗ്ലസ് മെഷീൻസ്, ഇതൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് എന്താ അവിടെ 10 മാർക്കാണ് കിട്ടുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്നല്ല, ആ ഒരു എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 10 മാർക്ക്. മുന്നേ നിങ്ങൾക്ക് എന്താ 20 മാർക്ക് കിട്ടിയ ഒരു കണ്ടന്റ് അതിലുണ്ട്. അതേപോലെ പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റത്തിന്റെ സിലബസ് നല്ലോണം കുറച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഓക്കെ, അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോസിലൊക്കെ വരാം. അപ്പൊ സർക്യൂട്ട്സിന്റെ കേസിൽ 5 തിയറി ക്വസ്റ്റ്യൻസും 5 എന്താ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മളിപ്പോ പറയുമ്പം എന്താ പറയണ്ടേ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഡീറ്റെയിൽ അനാലിസിലേക്കൊക്കെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോ അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണെങ്കിലും 8 തിയറി ക്വസ്റ്റ്യൻസും 2 എന്താ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും എന്താ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ മെഷീൻസിലേക്ക് വരുമ്പോൾ 8 തിയറി 2 ന്യൂമറിക്കൽ. നിങ്ങൾ സ്വന്തം മെഷീൻസ് ഒക്കെ പറയുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു എക്സാമിന് എന്താ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നേരെ മറിച്ചിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കണം നമ്മളുടെ ഇൻസ്പെക്ടറിന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഇൻസ്പെക്ടർ എക്സാമിന് ശേഷം നമ്മൾ നടന്ന ഹാർബർ അതേപോലെ യൂണിവേഴ്സിറ്റി അതൊക്കെ എന്താ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഹാർബർ ആണെങ്കിലും അതേപോലെ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ നമുക്ക് പറയാം, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഡിജിറ്റൽ ട്രോണിക്സ് 5 മോഡറേറ്റ് ആയിരുന്നു. ഡിജിറ്റൽ ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് മോഡറേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പവർ സിസ്റ്റം 5 തന്നെയാണ് ഈസി ആയിരുന്നു ഉണ്ടായിരുന്നത്. കൺട്രോൾ സിസ്റ്റം 3 7 ഈസി ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 തിയറിയും 7 ന്യൂമറിക് ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. പവർ ഇലക്ട്രോണിക്സ് പ്ലസ് ഓപ്പാമ്പ് 5 മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പവർ ചോദിച്ചേക്കുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന് 7 തിയറി ക്വസ്റ്റ്യൻസും 3 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെന്താ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സിഗ്നൽ സിസ്റ്റത്തിന് 5 തിയറിയും 5 ന്യൂമറിക്കലും, അതൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ ട്രാൻസ്ലേഷൻസ് ആണെങ്കിൽ 10 തിയറി ക്വസ്റ്റ്യൻസും 10 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരുന്നത്. അതെന്താ ഈസി അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിപ്പോ മൊത്തം നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ആൻസർ കീ അവരുടെ പ്രൊഫഷണൽ ആൻസർ കീ അവിടെ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം. വിത്ത് പ്രൂഫ് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 39 ക്വസ്റ്റ്യൻസ്, തിയറി 56, 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ എക്സാമിന് ഉണ്ടായിരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ. അപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ജോബ് പ്രൊഫൈൽ നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ജോബ് പ്രൊഫൈൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ ഇലക്ട്രിക്കൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എല്ലാത്തിന്റെ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും അവസാനം നമ്മൾ അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ എന്താ പറയുക, കുറച്ചൊരു നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റീസിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ഒന്ന് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നടക്കുന്ന KWAക്കും അതേപോലെ ഇൻസ്പെക്ടറേറ്റിനും എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം വെച്ചാൽ PSCയുടെ സ്റ്റാൻഡേർഡ് ഒന്ന് കൂടി വരികയാണ്. റിപ്പീറ്റ് ആയിട്ട് മുൻ വർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ എന്താ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോ അതേപോലെ നമ്മൾ എന്താ ജോബ് പ്രൊഫൈൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻസ്പെക്ടറിന്റെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മോഡറേറ്റ് ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ ഒരു 164 മാർക്കൊക്കെ 164 മാർക്കൊക്കെ ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മോഡറേറ്റ് ഓവറോൾ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ എക്സാം ഈസി ലെവൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്താ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻസിനൊക്കെ ലെവൽ ഒന്ന് കൂട്ടുന്നുണ്ട് അവര്. അപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് എക്സാം ആണ് യൂണിവേഴ്സിറ്റി നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനിയിപ്പോ KWAയുടെ എക്സാം ഉണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിന്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.